പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും സർക്കാർ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതാണ് ബജറ്റിന്റെ പൊതു സമീപനം. കൃഷി മേഖലയിലേക്കുള്ള വിഹിതം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. UDF സർക്കാർ കൊണ്ടുവന്ന നെൽവയൽ നികത്തൽ ഭേദഗതികൾ റദ്ദാക്കിയതാണ് പ്രധാന തീരുമാനങ്ങളിലൊന്ന്. നെല്ല് സംഭരണത്തിന് 385 കോടി വകയിരുത്തി. നെൽകൃഷി പ്രോത്സാഹനത്തിന് സബ്സിഡിയും വർദ്ധിപ്പിച്ചു. റബ്ബർ വില സ്ഥിരതാ ഫണ്ട് 500 കോടിയാക്കി ഉയർത്തി. ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന കേരളത്തിൽ കാരുണ്യ ചികിത്സാ പദ്ധതി എല്ലാവരുടെയും അവകാശമാക്കും. മുഴുവൻ രോഗങ്ങൾക്കും പൂർണ്ണ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി ജനകീയമാണ്. പൊതു ആരോഗ്യ സംവിധാനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് 30,000 രൂപ ധനസഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ RSBY പദ്ധതി നിലവിലുണ്ട്. ഇതിനു പുറമെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സമാന്തരവും പൂരകവുമായി ഒട്ടേറെ ആരോഗ്യ ധനസഹായ പദ്ധതികളുണ്ട്. ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ആക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ കേന്ദ്രങ്ങളായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതികളാണ് ബജറ്റിലുള്ളത്. ഒരു മണ്ഡലത്തിലെ ഒരു സർക്കാർ സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. സർക്കാർ വിദ്യാലയങ്ങളിലെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.